ക്ഷയരോഗം ബാധിച്ച് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം മരിച്ചത് 160 പേർ. രോഗബാധിതർ ചികിത്സ തേടാൻ മടിക്കുന്നതായി ആരോഗ്യവകുപ്പ്. ലോകത്തിൽ ക്ഷയരോഗബാധിതരിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് ഇന്ത്യയിലാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ക്ഷയരോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നെങ്കിലും മരണനിരക്ക് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു. 160 പേരാണ് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം ക്ഷയരോഗബാധിതരായി മരണപ്പെട്ടത്. ചികിത്സ എടുത്തില്ലെങ്കിൽ 80 മുതൽ 85% വരെ മരണകാരണമാകുന്ന ഒന്നാണ് ക്ഷയരോഗം. എന്നാൽ ചികിത്സിക്കുകയാണെങ്കിൽ മരണസാധ്യത 5% കുറയ്ക്കാൻ കഴിയും. ക്ഷയരോഗമുള്ള ഒരു വ്യക്തിയിൽ നിന്നും വർഷത്തിൽ 15 പേർക്ക് രോഗം പകരാൻ സാധ്യതയുണ്ട്. 90% മരണനിരക്ക് കുറയ്ക്കുക, 80% പുതിയ രോഗബാധ ഇല്ലാതാക്കുക, സൗജന്യ ചികിത്സ 100% ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 2024 ഡിസംബർ മുതൽ 2025 മാർച്ച് 26 വരെ 100 ദിന ക്യാമ്പയിനിന് സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമ, പനി, ശരീരത്തിന് ഭാരക്കുറവ്, രാത്രിയിൽ അനുഭവപ്പെടുന്ന കുളിർ എന്നിവയാണ് ക്ഷയരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. 80% ശ്വാസകോശത്തിനെയും 20% ആളുകൾക്ക് ശ്വാസകോശ ഇതര അവയവങ്ങളെയും ക്ഷയരോഗം ബാധിക്കുന്നു. എന്നാൽ 60% രോഗലക്ഷണമുള്ളവരും ചികിത്സയ്ക്ക് മടിക്കുന്നുവെന്നും ബോധവൽക്കരണം അത്യാവശ്യമാണെന്നും തൃശൂർ TB ഓഫീസർ ഡോക്ടർ അജയ് രാജൻ പറയുന്നു. ക്ഷയരോഗത്തെ നേരത്തെ കണ്ടുപിടിക്കുന്നതിലൂടെ ക്ഷയരോഗ മരണങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് 60% ആളുകൾ, ലക്ഷണമുള്ള 60% ആളുകളും ചികിത്സയിലേക്ക് വരാൻ മടിക്കുന്നു. അത് കാരണം പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്ന ഭയമാണ്. അതായത് ചികിത്സയ്ക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ മറ്റ് സമൂഹത്തിൽ നിന്ന് നമുക്കൊരു വിവേചനം ഉണ്ടാകുമോ എന്നുള്ള ഭയം കാരണം പലപ്പോഴും ആളുകൾ മുന്നോട്ട് വരാൻ മടിക്കും. അതിനുവേണ്ടി നമ്മൾ 100 ദിനത്തിൽ ഏറ്റവും കൂടുതൽ അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ 80 മുതൽ 85% വരെ മരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ക്ഷയരോഗം. എന്നാൽ നമുക്ക് മരുന്ന് കൃത്യമായി കഴിച്ചാൽ വളരെയധികം മരണനിരക്കിനെ കുറയ്ക്കാൻ സാധിക്കും. 6 മാസമാണ് ചികിത്സാ കാലാവധി. ഇതിനിടയിൽ ചികിത്സ മുടക്കുന്നത് കൂടുതൽ സംഘർഷത്തിലാക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ചികിത്സാ സമയത്ത് ലഹരി ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്നു എന്നതുകൊണ്ട് രോഗികൾക്ക് കൗൺസിലിംഗ് കൃത്യമായി നൽകുന്നു. മരുന്നിനോടൊപ്പം തന്നെ ന്യൂട്രീഷൻ, നല്ലൊരു പോഷണ സമൃദ്ധമായ ആഹാരവും കൂടി കഴിക്കേണ്ടത് ഇതിന് പ്രധാനമാണ്. കാരണം കൂടുതൽ ക്ഷയരോഗികൾ മരണം ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ കാരണം അണ്ടർ ന്യൂട്രീഷൻ, അതായത് ന്യൂട്രീഷൻ ശരിയായ രീതിയിൽ വരുന്നില്ലെങ്കിൽ, കഴിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മരണത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ ചികിത്സയോടൊപ്പം തന്നെ ന്യൂട്രീഷനും കൂടി വളരെ ശ്രദ്ധിച്ച് നമ്മൾ കഴിക്കേണ്ടതാണ്. TCV തൃശൂർ.